വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കുള്ള സ്വീകരണവും പ്രവർത്തക കൺവെൻഷനും സംഘടിപ്പിച്ചു. സംഘപരിവാറിനെ നാണിപ്പിക്കുന്ന വിധമുള്ള വർഗീയ പ്രചരണങ്ങളുമായാണ് CPM തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി ജംഷീദ് അബൂബക്കർ പറഞ്ഞു. വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ഡലത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കുള്ള സ്വീകരണവും പ്രവർത്തക കൺവെൻഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള രണ്ടാമത്തെ സംസ്ഥാനമായ കേരളത്തിൽ 95 വർഷം BJP പരസ്യമായി പറയാൻ ധൈര്യപ്പെടാത്ത വർഗീയത AKG സെന്ററിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പറയുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പിണറായി വിജയന് ശേഷം CPM നിലനിൽക്കണോ എന്നത് CPMന്റെ മാത്രം പ്രശ്നമാണ്. എന്നാൽ പിണറായിക്ക് ശേഷവും കേരളം നിലനിൽക്കണമെന്നത് ജനാധിപത്യ കേരളത്തിന്റെ അനിവാര്യതയും താൽപര്യമാണെന്നും ഇടതുപക്ഷം മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയന് ശേഷം CPM നിലനിൽക്കണോ വേണ്ടയോ എന്നത് CPMന്റെ മാത്രം പ്രശ്നമാണ്. പക്ഷേ പിണറായി വിജയന്റെ മരണത്തിന് ശേഷവും കാലത്തിന് ശേഷവും കേരളം നിലനിൽക്കണമെന്നത് ജനാധിപത്യ കേരളത്തിന്റെ അനിവാര്യതയും താല്പര്യവുമാണ് എന്ന് ഇടതുപക്ഷം മനസ്സിലാക്കണം. അതുകൊണ്ട് കേരളത്തെ കുട്ടിച്ചോറാക്കാനുള്ള BJP പോലും പറയാത്ത വർഗീയത, BJP പോലും പറയാൻ ധൈര്യപ്പെടാത്ത ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാനുള്ള വ്യഗ്രതയിലാണ്. തെരഞ്ഞെടുപ്പിലേറ്റ അടികളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും വീണ്ടും വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി AK ബാലന്റെ പ്രസ്താവനയെ ന്യായീകരിച്ച് ചാനൽ ചർച്ചയിൽ CPMന്റെ ഇടത് സഹയാത്രികരായി ഇരുന്നിരുന്ന റജി ലൂക്കോസ് ഇന്ന് നേരം രാവ് പുലർന്നപ്പോ BJPയുടെ മാരാർജി ഭവനിൽ പോയി രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്തുനിന്ന് താമര ചിഹ്നത്തിന്റെ ടിക്കറ്റ് വാങ്ങിയതിന്റെ കഥ CPM മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം എന്നിട്ട് പറയുന്നതാണ് തമാശ. ചടങ്ങിൽ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് A. അത്വിക് അധ്യക്ഷത വഹിച്ചു. മേലാറ്റൂർ പഞ്ചായത്ത് അംഗം ജസീം സബാഹ്, ഏലംകുളം പഞ്ചായത്ത് അംഗം T. അസിൻ, KP യൂസുഫ് മാസ്റ്റർ, മൊയ്തീൻകുട്ടി താഴേക്കോട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. P. റഹ്മത്ത്, ഹൈദർ താഴേക്കോട്, മുനീർ തൂത തുടങ്ങിയവർ നേതൃത്വം നൽകി.